നമസ്കാരം. തൃശൂർ പൂരം വെടിക്കെട്ടൊരുക്കത്തിനിടെ ഉണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് വേണോ വേണ്ടയോ എന്ന ചർച്ചകൾ എങ്ങും സജീവമാണ്. കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിലെ വെടിക്കെട്ട് ആചാരങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധവും പുനർചിന്തനവും ഉയരുന്നുണ്ട്. വെടിക്കെട്ട് എന്നത് ക്ഷേത്ര ആചാരങ്ങളുടെ അവിഭാജ്യ ഘടകമല്ല എന്നും കേവലം ആഡംബരത്തിനും മത്സരത്തിനുമായി പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ട കീഴ്വഴക്കം മാത്രമാണെന്നുമാണ് പ്രമുഖ തന്ത്രിമാരും ഗവേഷകരും വ്യക്തമാക്കുന്നത്. ഈ വിഷയത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടാണ്. ഭക്തർക്ക് ഏറെ പ്രിയപ്പെട്ട തന്ത്രസമുച്ചയം ഉൾപ്പെടെയുള്ള ആധികാരിക ഗ്രന്ഥങ്ങളിലൊന്നും വെടിക്കെട്ടിനെക്കുറിച്ച് പരാമർശമില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിലെ വെടിക്കെട്ട് ആചാരങ്ങളുടെ അവിഭാജ്യ ഘടകമല്ല എന്നും ആഘോഷങ്ങളുടെ പേരിൽ കാലക്രമേണ കടന്നുകൂടിയ കീഴ്വഴക്കം മാത്രമാണെന്നും മുൻപ് തന്നെ പണ്ഡിതന്മാരും ഗവേഷകരും വ്യക്തമാക്കിയിട്ടുണ്ട്. തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളുടെയും മരണങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഇത്തരം ആചാരങ്ങൾ ഗൗരവമായി പുനഃപരിശോധിക്കണമെന്ന ആവശ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. സമാനമായ അഭിപ്രായമാണ് ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിനുള്ളത്. തന്ത്രസമുച്ചയം ഉൾപ്പെടെയുള്ള ആധികാരിക ക്ഷേത്ര ആചാര ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കാത്ത പല കാര്യങ്ങളും ആഘോഷങ്ങളുടെ പേരിൽ പിൽക്കാലത്ത് ക്ഷേത്ര ആചാരങ്ങളായി മാറിയിട്ടുണ്ടെന്ന് ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് പറയുന്നു. അത്തരത്തിലൊന്നാണ് വെടിക്കെട്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ ആചാരം ഇതിനകം നിരവധി ജീവനുകൾ അപഹരിച്ചിട്ടുണ്ടെന്നും അപകടരഹിതമായി ഇത് നടത്തുക അസാധ്യമാണെന്ന് ആവർത്തിച്ച് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മരണത്തിന്റെ ദാരുണമായ കാഴ്ചകൾ ഗൗരവകരമായ ആത്മപരിശോധനയ്ക്ക് സമൂഹത്തെ പ്രേരിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ദൈവങ്ങൾക്ക് കതിനവെടി സമർപ്പിക്കുന്നത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന ഒരു ആചാരമാണെന്നും പല ക്ഷേത്രങ്ങളും ഈ വഴിപാടിന് പേര് കേട്ടതാണെന്നും ക്ഷേത്ര ആചാര ഗവേഷകൻ സായിനാഥ് വള്ളുവനാട് പറഞ്ഞു. എന്നിരുന്നാലും ഇന്ന് കാണുന്ന വലിയ വർണ്ണശബളമായ വെടിക്കെട്ടുകൾ യഥാർത്ഥത്തിൽ ദൈവത്തിനാണോ അതോ ഉത്സവം കാണാൻ ഒത്തുകൂടുന്ന ജനക്കൂട്ടത്തിനാണോ എന്ന് അദ്ദേഹം ചോദ്യം ഉന്നയിച്ചു. ഇതിനുള്ള ഉത്തരം വ്യക്തമാണെന്നും അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. പല ക്ഷേത്ര ഉത്സവങ്ങളിലും കതിന പൊട്ടുമ്പോഴാണ് ചടങ്ങുകൾ അവസാനിച്ച വിവരം ജനങ്ങൾ അറിഞ്ഞിരുന്നതെന്നും ഇതൊരു അറിയിപ്പ് രീതിയായിരുന്നുവെന്നും അദ്ദേഹം വിശദീകരിച്ചു. കാലക്രമേണ ചെറിയ വെടിവഴിപാടുകൾ വിപുലമായ വെടിക്കെട്ടുകളായി പരിണമിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കാര്യങ്ങൾ ഇപ്പോൾ ഭക്തിയിൽ നിന്നും മത്സരത്തിലേക്ക് മാറിയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ വെടിക്കെട്ട് എന്നൊക്കെയുള്ള തലക്കെട്ടുകളിലാണ് പലപ്പോഴും ഇതൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്നത്. ഒരു ഉത്സവത്തിന് പോവുക എന്നത് പലപ്പോഴും വെടിക്കെട്ട് കാണാൻ പോവുക എന്നതിന് തുല്യമായി മാറി. ഇത്തരം കാഴ്ചകൾ സന്തോഷം നൽകുകയും ലോകമെമ്പാടുമുള്ള സന്ദർശകരെ ആകർഷിക്കുകയും ചെയ്തേക്കാം. എന്നാൽ ഇതിന്റെ യഥാർത്ഥ ഭാരവും പ്രത്യാഘാതങ്ങളും അനുഭവിക്കുന്നത് ഇത് നടത്തുന്ന തൊഴിലാളികളാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതേസമയം ആരാധന, പ്രതിഷ്ഠ, ശുദ്ധികലശം, ഉത്സവവിധി എന്നിവയെക്കുറിച്ച് തന്ത്രസമുച്ചയം പോലുള്ള ഗ്രന്ഥങ്ങൾ വിശദീകരിക്കുന്നുണ്ടെങ്കിലും ആധുനിക വെടിമരുന്ന് ഉപയോഗിച്ചുള്ള വെടിക്കെട്ടുകൾ നിർബന്ധിത ക്ഷേത്ര ആചാരമായി നിർദ്ദേശിക്കപ്പെട്ടതിന് തെളിവുകളില്ലെന്നും പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു ആചാരം നൂറുകണക്കിന് വർഷങ്ങളായി തുടരുമ്പോൾ അത് സ്വാഭാവികമായ ഒരു പാരമ്പര്യമായി പൊതുജനങ്ങൾക്ക് അനുഭവപ്പെടുമെന്നും ആചാര്യൻ ഷാജി വരാവൂർ പറഞ്ഞു. അതുകൊണ്ടാണ് ചിലർ വെടിക്കെട്ടിനെ ക്ഷേത്രോത്സവങ്ങൾ അവിഭാജ്യ ഘടകമായി കരുതുന്നത്. മധ്യകാലത്തിലെ ചില ഭാഗങ്ങളിൽ വെടിക്കെട്ട് ക്ഷേത്രങ്ങളുടെ ശക്തമായ സാംസ്കാരിക അടയാളമായി മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.